ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കർക്കിടകം സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ കർക്കിടക മാസത്തിലാണ് നമുക്ക് രോഗങ്ങൾ ധാരാളമായി വരുന്നത്. രോഗപ്രതിരോധ ശക്തി നേടിയെടുക്കാനായി നമുക്കിതുപോലുള്ള പാനീയങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പിന്ന് കാണാം. അപ്പോൾ കുറച്ച് പനിക്കൂർക്ക ഇല എടുക്കാം. കറിവേപ്പിലയും നമുക്ക് ഒടിച്ചെടുക്കാം. ഞാനൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഇതുപോലെ ഒരു 2-3 ചട്ടി വെക്കുകയാണെങ്കിൽ മതിയാവും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. എല്ലാവർക്കും ഈ പനിക്കൂർക്കയില കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലെങ്കിലും എല്ലാവർക്കും കിട്ടും. നമ്മൾ കറിവേപ്പില പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ നല്ലപോലെ കഴുകി എടുക്കണം. നമ്മൾ വീട്ടിലുള്ളതായാലും കീടങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി ഒന്ന് കഴുകി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇലകളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരു പിടി നമ്മളിങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുമ്പോൾ കൈയുടെ അകത്ത് കാണും, ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇല ഇതുപോലെ പനിക്കൂർക്കയിലയും ഒരു 5-6 എണ്ണം എടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇപ്പോൾ ചുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇടിക്കല്ലിൽ വെച്ച് ചതച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ ചാറ് എടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ചതച്ച് ചാറ് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മാക്സിമം പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അരിച്ച് എടുക്കണം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ അയമോദകം, കുറച്ച് ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഉപയോഗിക്കാത്തവർക്ക് എടുക്കേണ്ടതില്ല. ഓഫ് ചെയ്ത് കൊടുക്കാം. പൊട്ടുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഓഫ് ചെയ്താലും ഒന്ന് ഇളക്കി കൊടുക്കും. ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ നല്ല മോര് പോലെ നല്ല മോരാക്കി എടുക്കണം. ജ്യൂസാക്കണം, കട്ടിയായിട്ട് വേണ്ട. ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുക്കുന്നത്. കലക്കി നല്ല ജ്യൂസാക്കാം. നെയ്യ് ഒട്ടും ഇല്ലാത്ത മോരായിരിക്കണം. വെള്ളം കുറെ കൂടെ ചേർക്കാം.
പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നല്ല മണം, പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത ചാറ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം, അല്ലെങ്കിൽ വേറെ നിവൃത്തിയില്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് ചേർക്കാം. ഇനി വെളുത്തുള്ളി അല്ലി ഓപ്ഷണലാണ്. വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരുപാട് തിളക്കല്ലേ. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്, തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് തരികൾ കാണും. അപ്പോൾ ഈ തരി വേണ്ടാന്നുള്ളവർക്ക് ഇതിനൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. 1 കപ്പ് വരെയൊക്കെ കുടിച്ചാലും ഇത് നല്ലതാണ്. നമ്മളിതിൽ ഒരുപാട് മരുന്നൊന്നും ചേർത്തിട്ടില്ല. 1 കപ്പ് വരെയൊക്കെ കുടിക്കാം. അപ്പോൾ നമുക്കൊരു 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ ഒരു 2-3 ദിവസമൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ മറ്റു മാസങ്ങളിൽ നമുക്കിത് ഇടയ്ക്കൊക്കെ 1-2 ദിവസമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.